ഹലോ ഫ്രണ്ട്സ്, സ്ലേറ്റും പെൻസിലിന്റെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മള് 1 to 7 ഉള്ള സ്റ്റാൻഡേർഡിലുള്ള ടെക്സ്റ്റ് ബുക്ക് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ആക്ടിവിറ്റീസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഓരോ ദിവസവും ഫസ്റ്റ് ബെൽ ഓൺലൈൻ ക്ലാസ്സിന്റെ വർക്ക്ഷീറ്റുകളും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, then ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചേക്കുക. അപ്പൊ ഞാനിടുന്ന ഓരോ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. ദെൻ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ചാപ്റ്റർ, മലയാളത്തിലുള്ള ഫസ്റ്റ് ചാപ്റ്റർ ആണ് 3rd സ്റ്റാൻഡേർഡിലെ അമ്മയോടൊപ്പം. അമ്മയോടൊപ്പം എന്ന് പറയുമ്പോൾ, നമ്മൾ അമ്മ എന്ന് പറയുമ്പോൾ നമുക്കറിയാലേ, നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ഓടി വരുന്നതല്ലേ സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും ഒക്കെയുള്ള പ്രതീകമാണ് നമ്മുടെ അമ്മ. നമുക്ക് വേണ്ടി ഒരുപാട് സഹിക്കുന്ന, നമ്മുടെ കണ്ണ് നിറയുമ്പോഴേക്ക് ചങ്ക് പടയ്ക്കുന്ന ഒരാളാണ് ആര്? നമ്മുടെ അമ്മ. അപ്പൊ അമ്മയോടൊപ്പം എന്നുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു കവിത നമുക്ക് പഠിക്കാനുണ്ട്. നിങ്ങൾക്ക് കവിത ഇഷ്ടല്ലേ? ഓക്കെ, നിങ്ങൾക്ക് കവിത ചൊല്ലാൻ അറിയാം? ഓക്കെ, അപ്പൊ നിങ്ങൾ എന്റെ കൂടെ കവിത ചൊല്ലി നോക്കുക. നിങ്ങള് നല്ല ഇനത്തിലും താളത്തിലും ഒക്കെ കവിതകൾ ചൊല്ലുക. എന്നിട്ട് നമുക്ക് ഈ പാഠത്തിലുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യണം. അപ്പൊ നിങ്ങൾ എല്ലാരും റെഡി ആയി നിൽക്കുക. ഓക്കെ. കണ്ടോ കണ്ണനെ, കണ്ണും ചുമന്നമ്മ കാട്ടിൽ തേടി നടക്കുന്നു. കണ്ടില്ല ഞങ്ങൾ കണ്ടില്ല, കരിവണ്ടും തുമ്പിയും മൂളുന്നു. കണ്ടില്ല ഞങ്ങൾ കണ്ടില്ല, മലർച്ചെണ്ടുകൾ മിണ്ടാതെ നിൽക്കുന്നു. കണ്ടിട്ടേയില്ല ഞാനിന്ന് പേടമാൻ, കണ്ണും നീട്ടിത്തിരിയുന്നു. കണ്ണനി കാട്ടിലെ വന്നില്ല, കൊച്ചു കാളിന്തിയോളങ്ങൾ തുള്ളുന്നു. കഴലു കഴിച്ചു അലഞ്ഞപ്പോൾ അമ്മ തിരികെ പോവാൻ തുടങ്ങുന്നു. കാടിൻ നീലിച്ചരത്തിൽ നിന്നപ്പോൾ ഓരോടക്കുഴൽ വിളി പൊങ്ങുന്നു. കാടിൻ നീലിച്ചഹൃത്തിൽ നിന്നപ്പോൾ ഓരോടക്കുഴൽ വിളി പൊങ്ങുന്നു. കമ്പുകരം വിട്ട് വീഴുന്നു, മുഖം പുഞ്ചിരി കൊണ്ട് തിളങ്ങുന്നു. കണ്ണും പൂട്ടി നിന്നമ്മ തൻ കുഞ്ഞൻ പൊന്നോടക്കുഴൽ കേൾക്കുന്നു. അപ്പൊ കണ്ണനെ നമ്മള് കവിത ചൊല്ലിക്കഴിഞ്ഞു അല്ലേ? അപ്പൊ നിങ്ങൾക്ക് കവിത ഇഷ്ടായോ? നിങ്ങൾക്ക് എന്റെ കൂടെ ചെല്ലാൻ പറ്റുന്നുണ്ടോ? അപ്പൊ നിങ്ങള് നിങ്ങളുടെ അമ്മനെ കൂട്ടിയിട്ട്, നിങ്ങളുടെ പാരന്റിനെ കൂട്ടിയിട്ട് നിങ്ങൾ ചൊല്ലി നോക്കുക. ഓക്കെ. അപ്പൊ കണ്ണന്റെ അമ്മ എന്ന് പറയുമ്പം കണ്ണൻ അല്ലേ? ആരാ കണ്ണൻ? നമുക്കറിയാം അല്ലേ, ശ്രീകൃഷ്ണൻ. ശ്രീകൃഷ്ണൻ അല്ലേ? അപ്പൊ കണ്ണന്റെ ഓരോ വികൃതികളാണ്. കണ്ണന് ഭയങ്കര വികൃതിക്കുട്ടനാണല്ലേ? അപ്പൊ കണ്ണന്റെ ഓരോ വികൃതികളാണ് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം അല്ലേ, കണ്ണന്റെ വികൃതി എന്താണ്? കണ്ണൻ എന്ത് വികൃതി എവിടെ കാട്ടുന്നത്? അപ്പൊ കണ്ടോ കണ്ണന്, കണ്ണും ചുവന്നമ്മ, കണ്ണും ചുവന്നമ്മ കാട്ടിൽ തേടി നടക്കുന്നു. അപ്പൊ കണ്ണനെ കാണുന്നില്ല അല്ലെ? കണ്ണനെ കാണുന്നില്ല. അപ്പൊ കണ്ണന്റെ അമ്മക്ക് എന്ത് പറ്റി? അമ്മന്റെ കണ്ണൊക്കെ ചുവന്ന് ഇറങ്ങിയ കണ്ണുകളുമായിട്ട് കണ്ണനെ തേടി നടക്കുകയല്ലേ. കണ്ടില്ല ഞങ്ങൾ കണ്ടില്ല, കരിവണ്ടും തുമ്പിയും മൂളുന്നു. കാണുന്നവരോടൊക്കെ, പോകുന്ന വഴിക്ക് കാണുന്നവരോടൊക്കെ കണ്ണന്റെ അമ്മ ചോദിക്കുന്നുണ്ടല്ലേ, കണ്ണനെ കണ്ടോ നിങ്ങള്? എന്റെ കണ്ണനെ കണ്ടോ? അപ്പൊ എന്ത് പറയുന്നുണ്ട്? കരിവണ്ടിനെ കണ്ടോ, തുമ്പിനെ കണ്ടു. അവരൊക്കെ എന്ത് പറഞ്ഞു? ഞങ്ങള് കണ്ടില്ല. പിന്നെ ആരാ? മലർച്ചെണ്ടുകൾ മിണ്ടാതെ നിൽക്കുന്നു. കണ്ടില്ല, അവരും കണ്ടില്ല, മലർച്ചെണ്ടുകളും കണ്ടില്ല. പിന്നെ ആരെയാ കാണുന്നത്? കണ്ടിട്ടേയില്ല ഞാനിന്നു പേടമാൻ, കണ്ണും നീട്ടി തിരയുന്നു എന്ന് പറയുന്നു. അപ്പൊ കണ്ടിട്ടേ ഇല്ല പേടമാൻ, കണ്ടിട്ടേ ഇല്ല അല്ലെ? കണ്ണനി കാട്ടില് വന്നില്ല. ആരാ പറയുന്നേ? കൊച്ചു കാളിന്തിയോളങ്ങൾ തുള്ളുന്നു. കാളിന്തിയോളങ്ങൾ അല്ലേ? കാളിന്തി അരുവികള് പറയുന്ന എന്താ പറയുന്നത്? കണ്ണനി കാട്ടിലേക്ക് വന്നിട്ടേ ഇല്ല. കയലു കയച്ചു വലഞ്ഞപ്പോൾ അമ്മ തിരികെ പോവാൻ തുടങ്ങുന്നു അല്ലെ? നടന്ന് ആ കാട്ടിലുള്ള എല്ലാവരോടും, ആ അമ്മ കണ്ട എല്ലാവരോട്, കരിവണ്ടിനോട്, തുമ്പിനോട്, മലർച്ചെണ്ടുകളോട്, പേടമാനോട്, എല്ലാരോടും ചോദിച്ച് അവസാനം കാല് വേദനിച്ച് തുടങ്ങിയപ്പം ആ അമ്മ തിരികെ പോവാൻ ഇല്ലേ, ആ കാട്ടിൽ വന്നിട്ടേ ഇല്ലെന്നാണ് ഇവരൊക്കെ പറയുന്നത്. അപ്പൊ തിരികെ പോവാൻ തുടങ്ങുന്നു.
കാടിൻ നീലിച്ച ഹൃത്തിൽ നിന്നപ്പോൾ ഒരു ഓടക്കുഴൽ വിളി പൊങ്ങുന്നു. കാടിന്റെ നീലിച്ച ഹൃത്ത് ഉൾഭാഗത്തിൽ നിന്ന് ഒരു ഓടക്കുഴൽ വിളി പൊങ്ങുകയാണല്ലേ. അപ്പൊ എന്താ സംഭവിച്ചത്? കമ്പ് കരം വിട്ടു വീഴുന്നു. അമ്മ വടിയൊക്കെ എടുത്ത് കമ്പൊക്കെ എടുത്ത് നടക്കാണല്ലേ കുട്ടീനെ അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം പക്ഷെ എന്ത് സംഭവിച്ചു? ഓടക്കുഴൽ വിളി കേട്ടപ്പം കമ്പ് താനേ കയ്യിൽ നിന്ന് വീണുപോയി. മുഖം പുഞ്ചിരി കൊണ്ട് തിളങ്ങുന്നു. ദേഷ്യമൊക്കെ പോയില്ലേ? ദേഷ്യമൊക്കെ പോയി പുഞ്ചിരി വിടിഞ്ഞു. കണ്ണും പൂട്ടി നിന്നമ്മ തൻ കുഞ്ഞിന്റെ പൊന്നോടക്കുഴൽ കേൾക്കുന്നു. കണ്ണും പൂട്ടി നിന്ന അമ്മ കുഞ്ഞിന്റെ ഓടക്കുഴൽ വിളി ആസ്വദിച്ച് അങ്ങനെ നിൽക്കുകയാണല്ലേ. അപ്പൊ ദേഷ്യം വന്ന് കണ്ണൊക്കെ ചുവന്നിട്ട് കണ്ണനെ അടിക്കാൻ വേണ്ടിയിട്ട് കണ്ണനെ തെരഞ്ഞു വന്നതാണ് ആര്? കണ്ണന്റെ അമ്മ അല്ലേ. അപ്പം ഈ കവിത ആരാ എഴുതിയെന്ന് അറിയാവോ? കണ്ണന്റെ ഈ കുസൃതിയൊക്കെ കാണിച്ചിട്ട് ഈ കവിത ആരാ എഴുതിയത്? സുഗതകുമാരി. സുഗതകുമാരിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മുടെ പ്രകൃതിക്ക് വേണ്ടിയിട്ടും പ്രകൃതി സംരക്ഷിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് കവിതകളൊക്കെ എഴുതിയ ആരും സുഗതകുമാരി അല്ലെ. പ്രശസ്തമായിട്ടുള്ള ഒരുപാട് കവിതകളുണ്ട്. അതില് നമുക്ക് ഒരു 4 വരി കവിത നോക്കാം. നിങ്ങൾ ഇഷ്ടമാണല്ലോ നിങ്ങൾക്ക് കവിത കേൾക്കാൻ. അപ്പൊ വേറൊരു സുഗതകുമാരിയുടെ പ്രശസ്തമായ വേറൊരു 4 വരി ഒരു കവിതയാണ് ഒരു പാട്ട് പിന്നെയും എന്നാണ് ഈ കവിത തുടങ്ങുന്നത്. ഓക്കെ, നമുക്ക് പാടി നോക്കാം. ഒരു പാട്ട് പിന്നെയും പാടി നോക്കുന്നിതാ, ചിറകൊടിഞ്ഞുള്ളൊരു കാട്ടുപക്ഷി. മഴുതിന്ന മാമരക്കൊമ്പിൽ തനിച്ചിരു നൊടിയാൽ ചിറകു ചെറുതിളക്കി. ഒരു പാട്ട് പിന്നെയും പാടി നോക്കുന്നിതാ, ചിറകൊടിഞ്ഞുള്ളൊരു കാട്ടുപക്ഷി. മഴുതിന്ന മാമരക്കൊമ്പിൽ തനിച്ചിരു നൊടിയാൽ ചിറകു ചെറുതിളക്കി. നോവുമെന്നോർത്തു പതുക്കെ അനങ്ങാതെ പാവം പണിപ്പെട്ട് പാടിടുന്നു. ഇടറുമി ഗാനമൊന്നേറ്റു പാടാൻ കൂടെ ഇണയില്ല, കൂട്ടിനു കിളികളില്ല. നോവുമെന്നോർത്തു പതുക്കെ അനങ്ങാതെ പാവം പണിപ്പെട്ട് പാടിടുന്നു. ഇടറുമി ഗാനമൊന്നേറ്റു പാടാൻ കൂടെ ഇണയില്ല, കൂട്ടിനു കിളികളില്ല. ഇനി നമുക്കിതിലുള്ള കുറച്ച് ആക്ടിവിറ്റീസ് നോക്കാം, പ്രവർത്തനങ്ങൾ നോക്കാം. കണ്ടെത്താം, പറയാം. നമ്മുടെ കവിതനെ ആസ്പദമാക്കിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അമ്മ കണ്ണനെ അന്വേഷിച്ചത് ആരോടെല്ലാമാണ്? അവരുടെ മറുപടിയായി വരുന്ന വരികളേവ? അപ്പൊ നമ്മള് കവിത പാടിയപ്പം നമ്മൾ ആരോടൊക്കെയോ അമ്മ കണ്ണനെ അന്വേഷിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ നിങ്ങൾ എന്റെ കവിത ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. അപ്പൊ നമുക്കൊന്ന് നോക്കാം. കണ്ടോ കണ്ണനെ കണ്ണും ചുവന്നമ്മ കാട്ടിൽ തേടി നടക്കുന്നു എന്ന് ആദ്യം പറഞ്ഞു. അതിൽ ആരോടും ചോദിക്കുന്നില്ല അല്ലെ. നെക്സ്റ്റ് ലൈൻ നോക്കാം. കണ്ടില്ല ഞങ്ങൾ കണ്ടില്ല കരിവണ്ടും തുമ്പിയും മൂളുന്നു. അതിൽ ആരോടൊക്കെ പറയുന്നുണ്ട്? കരിവണ്ടിനോട് ചോദിച്ചു, തുമ്പിനോട് ചോദിച്ചു, പിന്നെ മലർച്ചെണ്ടുകൾ മിണ്ടാതെ നിൽക്കുന്നു. അപ്പൊ മലർച്ചെണ്ടുകളോട് ചോദിച്ചു. പിന്നെയോ പേടമാൻ കണ്ടിട്ടേ ഇല്ലെന്നാ പറയുന്നത് അല്ലെ. അപ്പൊ പേടമാനോട് ചോദിച്ചു. പിന്നെയോ കാളിന്തിയോളങ്ങൾ അല്ലേ. ഇത്രയും പേരോടാണ് ചോദിച്ചത്. ആരോടെല്ലാമാണ്? ഒന്നും കൂടെ പറഞ്ഞു നോക്കാം. കരിവണ്ട്, തുമ്പി, മലർച്ചെണ്ടുകൾ, പേടമാൻ, കാളിന്തിയോളങ്ങൾ. പിന്നെ ആ വരികൾ ഏതൊക്കെയാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മൂന്നാമത്തെ വരി മുതല് എത്ര വരി എഴുതാം? കാളിന്തിയോളങ്ങൾ തുള്ളുന്നു വരെയുള്ള വരികള് നിങ്ങൾക്ക് നോട്ട്ബുക്കിൽ എഴുതി കൊടുക്കാം. മനസ്സിലായല്ലോ? അപ്പൊ ഇത്രയാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരിക. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ബുക്കില് ഇത് ചോദ്യം എഴുതിയിട്ട് ഇതിന്റെ ഉത്തരം എഴുതി കൊടുക്കുക. അടുത്തത്, അമ്മ കണ്ണും പൂട്ടി നിൽക്കാൻ കാരണം എന്തായിരിക്കും? അപ്പൊ അമ്മ കണ്ണും പൂട്ടി നിൽക്കുകയാണല്ലേ. അമ്മ കണ്ണും പൂട്ടി നിൽക്കാൻ കാരണം എന്തായിരിക്കും? അമ്മ ആദ്യം എങ്ങനെയായിരുന്നു കണ്ണനെ അന്വേഷിച്ചു വന്നത്? കണ്ണൊക്കെ ചുവന്ന് കയ്യിലൊരു കമ്പൊക്കെ ആയിട്ട് ദേഷ്യം പിടിച്ചിട്ടാണല്ലേ കണ്ണനെ അന്വേഷിച്ചു വരുന്നത്. പക്ഷെ കണ്ണന്റെ ഓടക്കുഴൽ വിളി കേട്ടപ്പം ആ മധുരമുള്ള എന്ത് മനോഹരാണല്ലേ കണ്ണന്റെ ഓടക്കുഴൽ വിളി കേൾക്കാൻ. നിങ്ങൾ ഓടക്കുഴൽ വിളി കേട്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും?
നമ്മള് മ്യൂസിക് ഒക്കെ നമുക്ക് ആസ്വദിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കില്ലേ? ഓരോന്നിനും ഓരോ താളം ഉണ്ടാവും. അപ്പൊ ഈ ഓടക്കുഴൽ വിളി കേട്ടപ്പം കമ്പൊക്കെ താനേ നിലത്ത് വീണു അല്ലേ? കയ്യിന്ന് കൈയാന്ന് പറഞ്ഞു, കരത്തുനിന്ന് കമ്പൊക്കെ താനേ താഴെ വീണ് പോയി. പിന്നെന്താ അമ്മ ചെയ്തത്? കണ്ണും പൂട്ടിയിട്ട് അതിങ്ങനെ ആസ്വദിക്കാൻ, ആ ഓടക്കുഴൽ വിളി ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ കണ്ണും പൂട്ടി നിൽക്കാൻ കാരണം. എന്തായിരിക്കും? തന്റെ കുഞ്ഞിന്റെ മധുരമുള്ള ആ ഓടക്കുഴൽ നാദം കേട്ടപ്പോ അമ്മ സ്വയം മറന്നുപോയില്ലേ? അത് ആസ്വദിച്ച് സ്വയം അറിയാതെ കണ്ണും പൂട്ടി അങ്ങനെ നിൽക്കുകയാണല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതാൻ പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ബാക്കി പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ കിട്ടുന്നതാണ്. അതിനുവേണ്ടി എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇതിന് ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചേക്കുക. അപ്പൊ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.